എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഋഗിൻകരണേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 19. യോഗരതോ വാ ഭോഗരതോ വാ സങ്കരതോ വാ സംഘവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. യോഗരതഃ വാ ഒരുവൻ യോഗരഥനോ, ഭോഗരഥോ വാ ഭോഗരഥനോ, സങ്കരഥോ വാ സങ്കരഥനോ, സംഘവിഹീനഃ വാ സംഘവിഹീനനോ ആവട്ടെ. യസ്യ ചിത്തം ബ്രഹ്മണിരമതേ ആരുടെ ചിത്തമാണോ ബ്രഹ്മത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്നത്, നന്ദതി നന്ദതി ഏവം അയാൾ മാത്രമാണ് ശരിക്കും ആനന്ദിക്കുന്നത്. ഹൈന്ദവ തത്വശാസ്ത്രം ഘോഷിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരാനുഭൂതിയുടെ മഹിമയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ് ഈ ശ്ലോകം. പ്രസ്തുത പരമാവസ്ഥയിലേക്ക് ഉണർന്ന മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എവിടെ എങ്ങനെ ജീവിച്ചാലും കൊള്ളാം, ഒരു കുഴപ്പവുമില്ല. ബഹുജനമധ്യത്തിലോ ഏകാന്തത്തിലോ ഭോഗങ്ങൾ ഭുജിച്ചുകൊണ്ടോ യോഗം അനുഭവിച്ചുകൊണ്ടോ എങ്ങനെ വർത്തിച്ചാലും ശരിയായ ആനന്ദം അയാൾ അനുഭവിക്കുന്നു. പ്രശാന്ത ചിത്തം സുഖമന്ദിരമത്രേ. കാമരാഗങ്ങളാൽ കലുഷിതവും അശാന്തവുമായ ചിത്തത്തിൽ സുഖം മുടഞ്ഞ് തകർന്നു പോകുന്നു. ജഗത്തിനാധാരമായ പരംപൊരുളാണ് താൻ എന്ന സത്യം സ്വയം സാക്ഷാത്കരിച്ച നാമരൂപ വൈവിധ്യമാർന്ന ജഗത്തിന് വാസ്തവത്തിൽ സത്തയില്ലെന്നും നാനാത്വ പ്രതീതിയില്ലാത്ത ഏകാത്വബോധത്തിലാണ് പരമാനന്ദം എന്നും കണ്ട ബ്രഹ്മനിഷ്ഠൻ സദാ ആനന്ദമത്തനായി വർത്തിക്കുന്നു. അയാളുടേതാണ് ശരിയായ ആനന്ദം. കാരണം അത് സ്വതന്ത്രമാണ്. ഇതര വസ്തുക്കളെയോ ആളുകളെയോ സാഹചര്യങ്ങളെയോ ആശ്രയിച്ചല്ല ആ ആനന്ദം നിലനിൽക്കുന്നത്. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ജീവൻ മുക്ത മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം മാത്രം സത്യം. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല. സർവം ബ്രഹ്മമയം. അതായത് ബ്രഹ്മത്തിൽ മാത്രമാണ് അയാളുടെ മനസ്സ് സദാ രമിക്കുന്നത് എന്നതിനാൽ അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും ലോകത്തിൽ വിഹരിക്കാം. ഇന്ദ്രിയങ്ങൾ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മസംയമനം ശീലിച്ചുകൊണ്ട് വർത്തിക്കാം. യോഗരഥോ വാ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ വ്യാപരിപ്പിച്ച് ഇന്ദ്രിയാരാമനോ എന്ന് തോന്നുമാറ് ഭോഗങ്ങൾ ഭുജിക്കുകയുമാവാം. ഭോഗരഥോ വാ അതുമല്ലെങ്കിൽ ജനമധ്യത്തിൽ വർദ്ധിച്ച് യോഗയാത്രയ്ക്കൊപ്പം നീങ്ങിക്കൊണ്ട് ജനങ്ങളെ സേവിച്ചും അവരെ നേരായ വഴിക്ക് നയിച്ചും കർമ്മയോഗിയായി ജീവിക്കാം. സങ്കരഥോ വാ അല്ലെങ്കിൽ ഏകാന്തതയിലിരുന്ന് പരമാത്മാ ധ്യാനത്തിൽ മുഴുകുകയുമാവാം. സംഘവിഹീനക എങ്ങനെ വർത്തിച്ചാലും പരമാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിലാണ് അയാളുടെ ചിത്തം സദാ രമിച്ചുകൊണ്ടിരിക്കുന്നത്. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം എന്നതിനാൽ അയാളുടേത് മാത്രമാണ് ശരിയായ ആനന്ദം. അയാൾ മാത്രമാണ് ശരിക്കും ആനന്ദം അനുഭവിക്കുന്നത്. നന്ദതി നന്ദതി നന്ദത്യേവ. ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി സുഖവും തേടി അയാളിനി ബാഹ്യ വിഷയങ്ങളുടെ പിന്നാലെ പോവില്ല. ജീവൻ മുക്ത മഹാത്മാവ് വിധി നിഷേധങ്ങൾക്കതീതനാണ്. ഇന്നതേ അയാൾ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത് എന്നൊന്നും വിധിക്കാനോ വിലക്കാനോ വേദങ്ങൾ പോലും ധൈര്യപ്പെടുന്നില്ല. അയാൾ പരിപൂർണ സ്വതന്ത്രനാണ്. എന്തു ചെയ്യാനും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സിദ്ധപുരുഷൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തെപ്പറ്റി പഞ്ചദശിയിലെ വിചിത്രമായ ഈ പ്രസ്താവന നോക്കുക. മാതാപിതാക്കളെ വധിക്കുക, മോഷ്ടിക്കുക, ഭ്രൂണഹത്യ ചെയ്യുക തുടങ്ങിയ പാപകർമ്മങ്ങൾ പോലും ജീവൻ മുക്തൻ്റെ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തുന്നില്ല.
അയാളുടെ മുഖത്തെ ബ്രഹ്മ തേജസ്സിന് മങ്ങലേൽപ്പിക്കുന്നുമില്ല. എന്ത് ദുരാചാരവും കാട്ടാൻ ബ്രാഹ്മണനെ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനെ വേദങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. ചില ഉന്നത വ്യക്തികൾക്ക് പ്രത്യേക അധികാരങ്ങൾ ജീവിതത്തിലെ എല്ലാ തുറകളിലും ഇക്കാലത്തും നാം അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കൊലപ്പുള്ളിയെ തൂക്കിക്കൊല്ലാനോ വേണ്ടയോ എന്ന് വിധി കൽപ്പിക്കാനുള്ള അധികാരം സുപ്രീം കോർട്ട് ജഡ്ജിക്കുണ്ടല്ലോ. കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കാനോ ശിക്ഷ ഇളവ് ചെയ്യാനോ പ്രസിഡന്റിന് അധികാരമില്ലേ? അതുപോലെയാണിത് എന്ന് പറയാം. ആ മാതിരി അധികാരവും സ്വാതന്ത്ര്യവും എല്ലാവർക്കും കൊടുത്തിട്ടില്ല. നീതിപൂർവമേ പ്രവർത്തിക്കാവൂ എന്ന് സമ്മതം നേടിയ വിശ്വസ്ത വ്യക്തികൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത്തരം ഉന്നത വ്യക്തികളിൽ അർപ്പിതമായ അധികാരവും സ്വാതന്ത്ര്യവും അവർക്ക് ദുരുപയോഗപ്പെടുത്തില്ല എന്ന ബഹുജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ രോഗിയും. അയാളുടെ ദേഹം കീറി മുറിക്കാൻ ഡോക്ടർക്ക് അധികാരവുമുണ്ട്. ഡോക്ടറുടെ കത്തി പ്രയോഗത്തിൽ രക്തം വാർന്ന് രോഗി മരിച്ചെന്നും വരാം. സമൂഹത്തിലെ ഇതര വ്യക്തിയാണ് ചെയ്തതെങ്കിൽ അതൊരു കൊലപാതകമായേനെ. എന്നാൽ ഡോക്ടറുടെ കൈകൊണ്ടാകിയാൽ അതൊരു അവശ്യ സേവനമായേ കണക്കാക്കപ്പെടൂ. അതുപോലെ ജീവമുക്ത മഹാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു സ്വാർത്ഥ ഉദ്ദേശവും ഉണ്ടാകില്ല. സ്വാർത്ഥതയോടെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആവില്ല തന്നെ. ബാഹ്യലോകത്തിനു നിന്ന് യാതൊന്നും നേടാൻ അയാൾ ഇച്ഛിക്കുന്നില്ല. അയാൾക്കതിൻ്റെ ആവശ്യമേയില്ല. അതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം അയാൾക്ക് നൽകപ്പെടുന്നത്. പണപ്പെട്ടിയുടെ താക്കോൽ അച്ഛൻ മകനെ ഏൽപ്പിക്കുക എപ്പോഴാണ്? അവൻ കാര്യത്തിന് പ്രാപ്തനായെന്ന് കാണുമ്പോൾ മാത്രം. കൂട്ടായിരിക്കുമ്പോഴോ യൗവനത്തിലേക്ക് കാൽകുത്തുമ്പോഴോ പ്രസ്തുത താക്കോൽ കയ്യിൽ കിട്ടി പണത്തിൻ്റെ വിലയറിയാതെ അത് എത്ര പാടുപെട്ടുണ്ടാക്കിയതാണെന്നറിയാതെ അവന് ദുരുപയോഗപ്പെടുത്തിയേക്കാം. സ്വാതന്ത്ര്യവും അധികാരവും അർഹതയില്ലാത്തവന് കൊടുത്താൽ ആപത്താണ്. തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധിക്കാറായാൽ, ജീവിത വിഷയങ്ങളെ കുറേയൊക്കെ അനുഭവിപ്പിക്കാറായാൽ മാത്രമേ പണത്തിൻ്റെ ശരിയായ വിലയും ഉപയോഗവും അവന് മനസ്സിലാവൂ. ഒട്ടും വൈമനസ്യം കൂടാതെ അച്ഛൻ മകന് പണപ്പെട്ടിയുടെ താക്കോൽ ഏൽപ്പിച്ചു കൊടുക്കുക എപ്പോഴാണെന്നോ, മകൻ എടുക്കുന്നതിലധികം സമ്പാദിച്ച് പെട്ടിയിൽ ഇടുന്നുണ്ട് എന്ന ബോധ്യം വരുമ്പോൾ തന്നെ. സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഭദ്രതയ്ക്കും ഹാനികരമായ വിധത്തിൽ പ്രവർത്തിക്കാൻ സിദ്ധപുരുഷൻ സ്വാഭാവികമായും അശക്തനത്രേ. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവ് ബ്രഹ്മമായി കഴിഞ്ഞ് പരമാത്മാവാണ് താനെന്ന സത്യം നേരിൽ അറിയുന്നതോടെ അയാൾ സർവഭൂതാന്തരാത്മാവായി ഭവിക്കുന്നു. എല്ലാവരിലും ഞാൻ തന്നെയാണ് കുടികൊള്ളുന്നതെന്ന്, സർവവും താൻ തന്നെയാണെന്ന് അയാൾ അറിയുന്നു. ജീവൻ മുക്ത മഹാത്മാവിൻ്റെ അനന്തര ജീവിതം ആത്മാവിൽ തന്നെ ക്രീഡിച്ചുകൊണ്ടും ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടും സദാ ലോകസേവയിൽ മുഴുകിക്കൊണ്ടും ആയിരിക്കുമെന്ന് ഈ സത്യം ദർശിച്ച ഉപനിഷത്ത് ഋഷികൾ സ്വാനുഭവം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അജ്ഞതയാലും തജ്ജന്യമായ ശോകമോഹങ്ങളാലും അവശരായ മനുഷ്യർ പല വിധത്തിലുള്ള ശാരീരിക രോഗങ്ങളും മാനസിക വൈഷമ്യങ്ങളും ബുദ്ധിപരമായ അസംതൃപ്തിയും മൂലം ഇരിക്കപ്പുറതയില്ലാതെ കഷ്ടപ്പെട്ട് ഉഴലുന്ന ദുഃഖാലയമായ ഈ ലോകത്തിൽ അകൃത്രിമവും സായിയുമായ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രഹ്മനിഷ്ഠൻ മാത്രമാണ്. അയാളാണ് ശരിക്കും ആനന്ദം അനുഭവിക്കുന്നത്. അയാളുടേത് മാത്രമാണ് ശരിയായ ആനന്ദം എന്ന് ഈ ശ്ലോകകർത്താവായ നിത്യാനന്ദൻ ഉദ്ഘോഷിക്കുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.